ഗുഡ് മോർണിംഗ്. ഇതാണ് നേരത്തെ ഉറങ്ങണമെന്ന് പറയുന്നത്. അതെങ്ങനെ പാതിരാത്രി വരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ ഹാബിറ്റ് ആണ് ചേട്ടാ. ആ ഇന്ന് ഇത്രയൊക്കെ മതി. എഴുന്നേറ്റ് പോയി കുളിക്കണി പോത്തെ. ആ ഏതൊരു രാമേശ്വരി അയ്യർ എന്നെ വിളിച്ചിരുന്നു. രമയോ? ആ രാമനോ സീതയോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. കൊച്ചുവെളുപ്പാങ്കാലത്ത് രാമേശ്വരി അയ്യരുടെ ടെലിഫോൺ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവർ സിറ്റിയിൽ ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രമി എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അതിലിപ്പോ ഞാനെന്ത് വേണം? അവളും ഫാമിലിയും കൂടെ ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നമ്പർ വല്ലതും പറഞ്ഞു ചേട്ടാ? നമ്പറൊന്നും പറഞ്ഞില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണമല്ലോ ചേട്ടാ. ചേട്ടൻ വരുന്നു, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ ഫ്രണ്ടിനെ കൂട്ടി അമ്പലം തോറും കയറി ഇറങ്ങല എന്റെ ജോലി. ചേട്ടാ എന്ത് ചേട്ടാ? നീ ഒരു കാര്യം ചെയ്യാം, പ്രിയം കൂട്ടി പോ. അവർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കല്ലേ? താങ്ക് യു ചേട്ടാ. ഞാൻ പോയി കുളിക്കട്ടെ. It's all right. അല്ല, എവിടേക്കാ പോണ്ടേന്നറിയാമോ? അറിയില്ല. എന്നാ പിന്നെ ചോദിക്കണ്ടേ? പ്രിയയുടെ വീട്ടിൽ പോണം. പ്രിയയുടെ വീട്? പ്രിയയുടെ വീട് നിനക്ക് ഐ എം സോറി ബേബിക്ക് അറിയില്ലേ? നിനക്ക് അങ്ങനെ വിളിക്കുന്നല്ലേ ഇഷ്ടം. വിളിച്ചോളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വിളിച്ചുള്ള ഒരു ശീലമാണ്. പിന്നെ കോളേജിൽ തെരപ്പും ബോയ്സിനെല്ലാം എടാ പോടാനെ വിളിക്കൂ. കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞുതരാം, പൊയ്ക്കോളൂ. ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയില്ല. മരുന്നിനും മറ്റുമായി ഒരു 500 രൂപ വേണ്ടിയിരുന്നു. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈശ്വര, ഓരോ പരീക്ഷണങ്ങളെ. കേശവ, രൂപ ഇവിടെ ഇരിപ്പില്ലായിട്ടല്ല, രൂപ ഇവിടെ ഉണ്ട്. പക്ഷെ തന്നെ ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിക്ക് രൂപ തന്ന് സഹായിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. വെറുതെ ഞാൻ എന്തിനാ ദൈവത്തിന് ഇടവരുത്തുന്നത്? അതുകൊണ്ട് കേശവൻ പോ. ചേട്ടാ, കേശവൻ പേടിക്കണ്ട. ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കുള്ളൂ. കേശവൻ പൊയ്ക്കോ കേട്ടാ. ഇലനക്കി പട്ടിയുടെ കിരിനക്കാമെന്ന് പറഞ്ഞ പോലെ വേറെ എങ്ങും അവന് കടം ചോദിക്കാൻ കണ്ടില്ല. 32% പലിശ കിട്ടുമ്പോഴാ ഓരോരുത്തനെ കടം ചോദിക്കാൻ വരുന്നത്. ഓവേ അങ്കിൾ പ്രിയ എവിടെ? അവള് നാളെ കൂടെ ജവളി മേടിക്കാൻ പോയിരിക്കുക, എന്നെ മുടിപ്പിക്കാൻ. അയ്യോ, എന്താ മോളെ? അല്ല, പ്രിയം കുട്ടി കോട്ടയം വരെ പോകാന്ന് വിചാരിച്ചു വന്നതാ. എപ്പോ വരുമെന്നെല്ലാം പറഞ്ഞു. കൊണ്ടുപോയ കാശ് വേണം തീർത്തേ വരൂ, സന്ധ്യയാകും. എന്നാ ഞാൻ വരട്ടെ അങ്കിൾ. ആ പോ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ പോയിക്കോ. അഡ്വക്കേറ്റ് മാത്യു സെക്രട്ടറിയെ കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് ശരിയാണ്, അവിടുത്തെ പൊസിഷനും അറിയാമല്ലോ. ഞാൻ ബേബിയായിട്ട് പോവാം, ലോങ് ട്രിപ്പ് അല്ലേ. ബേബി വരാൻ വൈകും. അവൻ മീരയായിട്ട് കോട്ടയത്ത് അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക. അയ്യോ, മണി 7 ചേട്ടൻ എത്തുന്നതിന് മുമ്പ് എത്തണം. നേരെ ഒരുപാടായി. രാമേശ്വരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോണതറിയില്ല. വേഗം വിട്ടോ. ബേബി എന്താ ഒന്നും മിണ്ടാത്ത? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? അയ്യോ, എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? വല്ലതും പറ്റിയോ? ഇല്ല. വല്ലതും പറ്റിയോ?
ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടുള്ള പിണക്ക് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാനേ നാളെ രാവിലെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ബോംബെക്ക് പോകുന്നു. മിസ്റ്റർ ബാനർജി വിളിച്ചിരുന്നു. ബോംബെയിലെ അരുന്ധതി സ്പിന്നിംഗ് മിൽസ് ഡിസ്പോസ് ചെയ്യാൻ പോകണത്രേ. ചുടുവിലക്ക് കിട്ടുമെന്നാണ് ബാനർജി പറയുന്നത്. എന്തിനാട്ടാ ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചു വെക്കുന്നത്? എപ്പോഴും എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ വെച്ചേ. പോയിക്കണം തുടങ്ങിയോ, രാവിലെ ഇരുന്നേക്കാളവാ. എനിക്ക് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാം. വേണ്ട വേണ്ട, അവിടെ കിടന്നാൽ മതി. ചെല്ല് ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എസ്തു, എസ്തു, എനി മോർണിംഗ് ഐറ്റംസ്? ചേട്ടൻ പോയോ? സാറ് വെളുപ്പിനെ പോയി. എന്നെ എന്താ വിളിക്കാഞ്ഞേ? കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നോണ്ട് സാറ് വിളിക്കണ്ടെന്ന് പറഞ്ഞു. പോയിക്കോ. ആ ആ ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആരോരുമില്ലാത്ത ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അങ്ങനെയുള്ള ഞാൻ എനിക്ക് ബേബി ഇഷ്ടമാണ്. സ്നേഹിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാർ അറിഞ്ഞാൽ? ചേട്ടന് ബേബിക്ക് അറിയാഞ്ഞിട്ട്. എന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ബേബിക്കറിയാമോ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്റെ പുറകെ പ്രേമാഭ്യർത്ഥനയുമായി വന്ന് എത്രയോ ആൺകുട്ടികൾ. പക്ഷേ അവരോടൊന്നും തോന്നാത്ത, മറ്റാരോടും തോന്നാത്ത എന്തോ ഒന്ന്. ഐ മീൻ, ഒരു പ്രത്യേക വികാരം. ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? ബേബിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ അർഹതപ്പെട്ടതല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ബേബി ഇങ്ങനെ പേടിച്ചാലോ? എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ ഞാൻ നിൽക്കുന്നോണ്ടാണോ? എങ്കിൽ ഞാൻ താഴേക്ക് ഇറങ്ങി വരാം. ഐ ലവ് യു ബേബി.